ആലപ്പുഴ കടുത്ത പോരാട്ട ചൂടിലാണ്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കൂടെ ഒരു കടന്നുവരവോടു കൂടി വലിയൊരു മത്സരത്തിലേക്ക് ആലപ്പുഴ ജില്ല പോകുന്നു. സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ നടക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. എങ്ങനെ പോകുന്നു മണ്ഡലത്തിൽ? കാരണം ഇതുവരെയുള്ള ഒരു NDA സ്ഥാനാർത്ഥികളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ അവർ ഇറക്കുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം? അല്ല, തീർച്ചയായിട്ടും ഞാൻ വീടുകൾക്കകത്തേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്കും എല്ലാ മേഖലകളിലേക്കും എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. എനിക്ക് ഇത് പരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് 2 ടേം പ്രവർത്തിച്ച സമയത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എനിക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർക്ക് കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകന്മാർക്ക് ശോഭ ചേച്ചിയെ ഒന്ന് കാണണം എന്നുള്ളൊരു താല്പര്യവും അല്ലെങ്കിൽ ശോഭയെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് വയസ്സായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരെ കാത്തു നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ആലപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില സമയങ്ങളിലെല്ലാം അവർ ആരാണോ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നു കൊണ്ട് മന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ പാർട്ടിയുടെ തന്നെ MP-യെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങളെല്ലാം ആളുകൾക്ക് ബോധ്യമായി. ഇവിടെ കയർ തൊഴിലാളികളുടെ വലിയൊരു ഹബ്ബായിരുന്നു. ആ കയർ തൊഴിലാളികളുടെ അവരുടെ ഉപജീവന മാർഗം തന്നെ കൂട്ടിക്കെട്ടി ഒന്നുമില്ല കയറെന്ന് പറയുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഈ കയറിൻ്റെ മേഖലയെ നമുക്ക് സ്വന്തമായിരുന്ന മേഖലയെ തമിഴ്നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു. തമിഴ്നാട് എല്ലാ അന്താരാഷ്ട്ര എക്സ്പോകളിലും അവരുടെ കയറ് പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെവിടെ നിന്നാണ് കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവർ അവിടെ തന്നെ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു അവർ ഉണ്ടാക്കിയെടുത്ത് തേങ്ങ പോലും അവിടെയാണ് ഇപ്പോൾ കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആലപ്പുഴയിലെ പാവപ്പെട്ട കയർ തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ കയർ മേള വരെ ആലപ്പുഴയിൽ ഉണ്ടാക്കി കൊടുക്കും. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ പറയുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നമുണ്ടായ സമയത്ത് അവർ നേരിൽ കാണാൻ വരികയും അവരെയും കൊണ്ടുപോയിട്ട് ആ മിനിസ്റ്ററെ കാണിക്കുകയും അവിടെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ വിഷയങ്ങൾ വരെ മിനിസ്റ്ററുമായിട്ടിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഏറ്റവും നല്ല ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ ജില്ല. എന്നാൽ ആ ടൂറിസത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ, സഹമന്ത്രി ശ്രീമാൻ അജയ് ഭട്ട് പോലുള്ള ആളുകൾ എത്രയോ തവണ കേരളത്തിൽ വന്നു. എന്തുകൊണ്ടാണ് ആലപ്പുഴയുടെ MP അല്ലെങ്കിൽ മുൻപ് MP-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൊടുക്കാനോ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ആലപ്പുഴക്കാർക്ക് വേണ്ടി വേണമെന്ന് പറയാനോ? കാരണം ഇവിടെ ദാരിദ്ര്യം നിലനിൽക്കണം എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്. മറ്റൊരാൾ, കാരണം ദാരിദ്ര്യം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾ പഠിക്കാൻ പോവില്ല, അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ നിൽക്കും. ഈ കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടത്, കരുനാഗപ്പള്ളി ഭാഗത്ത് നിന്നല്ലേ നമ്മൾ കഞ്ചാവ് പിടിച്ചെടുത്തത്? വേദനയോട് കൂടിയിട്ടല്ലേ നമ്മൾ നോക്കിക്കണ്ടത്? അതും പ്രത്യേക രീതിയിൽ നിലവാരം കൂട്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലഹരി മരുന്നിന്റെ വേട്ട കൊല്ലം ജില്ലയിൽ നടന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടായി. കരിമണൽ ഖനനം അടക്കമുള്ള തീരദേശം വലിയ തോതിലുള്ള ഒരു ജില്ലയാണ്. കരിമണൽ ഖനനം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരാണെങ്കിലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണം വരുന്നുണ്ട്. വലിയ തോതിൽ തീരം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്ത് നടപടി അതിനകത്ത്? കാരണം കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മണ്ണെടുക്കുന്നു എന്നുള്ള ആരോപണം. അല്ലല്ല, കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 2 തലത്തിലുള്ള മൈനിങ് ഉണ്ട്. കരിമണൽ എന്ന് പറയുന്നത് മേജർ ധാതുവാണ്. മൈനറായിട്ടുള്ള ധാതുക്കൾ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ കുഴിച്ചെടുക്കാനും അതിന് വിപണനം നടത്താനും ഒക്കെ സാധിക്കും. എന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദി അതിന് നിയമവും തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള മണല് ഒഴിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യം കേന്ദ്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഈ മണൽ നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് ആലപ്പുഴയിലെ പാവപ്പെട്ട ജനങ്ങൾക്കറിയില്ല. ഈ കരിമണൽ എന്ന് പറയുന്നത് അവർ കണക്കാക്കുന്നത് സാധാരണ ഒരു മണൽ എന്നാണ്, സാധാരണ ഒരു കറുത്ത മണൽ എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇത് സിർക്കോണിയമാണെന്നോ ഇത് ബ്രുസൈറ്റ് ആണെന്നോ ഇതിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ടെന്നോ 4-5 കൊല്ലം കൊണ്ട് 40,000 കോടി രൂപ ഇവിടെ നിന്ന് കരിമണൽ കർത്ത ആ ലോബി കൊണ്ടുപോകുന്നുണ്ടെന്നോ ആലപ്പുഴയിലെ ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആരാ ഇതിന് സഹായം ചെയ്തു കൊടുത്തത്? ഈ കരിമണൽ കർത്തയ്ക്ക് ഇത് കുഴിച്ചെടുക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തത് പണ്ട് രാജസ്ഥാനിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ രാജസ്ഥാനിൽ നിന്നുള്ള മൈനിങ്ങിന്റെ മന്ത്രി ആ മൈനിങ്ങിന്റെ മന്ത്രിയും കെ സി വേണുഗോപാലും ഒരുമിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുകയാണ്.
ആയിരക്കണക്കിന് കോടി രൂപ ആസ്തി ഉണ്ടാക്കിയാണ്. ഞാൻ ഇതിന്ന് പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഓല എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹം എന്ത് ചെയ്തു? പ്രത്യുപകാരമായിട്ട് KC വേണുഗോപാലിന് രാജസ്ഥാനിൽ നിന്നൊരു രാജ്യസഭ MP സ്ഥാനം കൊടുത്തു. അപ്പൊ 19 MP മാർ കേരളത്തിലുണ്ട്. അപ്പൊ KC ഇത്രയും നല്ല ആളായിരുന്നുവെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന് കൊടുത്താൽ പോരായിരുന്നോ? എന്തുകൊണ്ട് കർണാടകയിൽ നിന്ന് കൊടുത്തില്ല? അപ്പോ പ്രത്യുപകാരമാണത്. ചക്കിട്ടപ്പാറയിൽ ഖനനം നടന്നു. അത് ഏറ്റവും വലിയ ഇരുമ്പയിരാണ്. അത് മഹാരാഷ്ട്രയിലെ MSP കമ്പനിക്കാരനുമായി ചേർന്നുകൊണ്ട് അത് എടുക്കാൻ തീരുമാനിക്കുകയും എടുക്കാൻ വേണ്ടി എളമരം കരീമിന് സഹായം ചെയ്തു കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ്, അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അതിനെക്കുറിച്ച് പിന്നീട് UDF ഗവൺമെന്റ് വന്നപ്പോൾ അന്വേഷണം വന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തു. ഡ്രൈവർ ഞാൻ പറയട്ടെ. അപ്പോ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പറഞ്ഞു 1.5 കോടി രൂപ ഈ എളമരം കരീമിന്റെ കാറിനടിയിൽ ഉണ്ടായിരുന്നു. പറഞ്ഞല്ലോ. ആ വിജിലൻസ് അന്വേഷണം എന്താ പൂർത്തിയത്? അത് കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത കോടികളുടെ അഴിമതി കഥ മൂടിവെക്കാൻ അവർ സഹായിച്ചു. അപ്പൊ എന്താ അതിനർത്ഥം? അപ്പൊ കേന്ദ്രത്തിൽ BJP എതിർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിച്ചോട്ടെ, അത് നല്ലതാണ്. പക്ഷേ ആലപ്പുഴയിലെ പാവങ്ങളോട് ചതിയാണ് ചെയ്തത്. ഖനനം നിർത്തിയോ? ഈ ദുരന്ത നിവാരണം എന്നുള്ള പേരിലാണ് അവിടെ ഖനനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഖനനം എന്നുള്ള ഒരു വേർഡ് അവർ ഉപയോഗിക്കുന്നതേ ഇല്ല. കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അവിടെയാണ് നിയമപരമായി പോകുമ്പോൾ പോലും ഈ ദുരന്ത നിവാരണം എന്നുള്ള വേർഡാണ് എല്ലാ നിയമ പോരാട്ടങ്ങളിലും തടസ്സമായി നിൽക്കുന്നത്. അതിനകത്ത് അതിന്മേൽ കടന്ന് ഈ ഒരു ഖനനം അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തിവെക്കാൻ ഉള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ എന്ത് ഇടപെടലായിരിക്കും കേന്ദ്ര സർക്കാർ നടത്തുക? കരിമണൽ കർത്തയ്ക്ക് ആലപ്പുഴയിൽ ഭാവിയിൽ കാലുകുത്തേണ്ട സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കരിമണൽ കർത്തയും KC വേണുഗോപാലും തമ്മിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ബന്ധം, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും KC വേണുഗോപാലിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ രാജസ്ഥാനിലെ മൈനിങ്ങിന്റെ മന്ത്രിയുമായിട്ട് അവരുടെ കുടുംബവുമായിട്ട് എങ്ങനെയാണ് KC വേണുഗോപാൽ പുറം നാടുകളിൽ കച്ചവടം നടത്തുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ദേശീയ ഏജൻസിയോട് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ പാവപ്പെട്ടവരെ ചതിക്കാൻ, പറ്റിക്കാൻ, വഞ്ചിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഈ ധാതു ലവണത്തെ കടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇന്ന് ആലപ്പുഴയിൽ കാണുന്ന റോഡിന്റെ വികസനവും ഇവിടേക്ക് വന്നിട്ടുള്ള ഫണ്ടും ഇതെല്ലാം തന്നെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്. ഒരു MLA ജയിച്ചിട്ടില്ല, ഒരു MP ജയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആളുകൾ ജയിച്ചു പോയിട്ടല്ലല്ലോ. ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. കൊല്ലത്ത് ഞാൻ വേറൊരു കാര്യത്തിന് പോയ സമയത്ത് കൊല്ലത്ത് പ്രേമചന്ദ്രൻ വലിയ ബോർഡ് വെച്ചിരിക്കുകയാണ്. 2000 കോടിയുടെയും 3000 കോടിയുടെയും കഥ പറഞ്ഞു. ഇതുവരെ എന്താ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളോട്? നരേന്ദ്രമോദി ഗവൺമെന്റ് വികസനം എന്നുള്ളത് കേരളത്തിലേക്ക് ചെയ്തോ എന്നാ ഇവരൊക്കെ ചോദിച്ചിരുന്നത്. ഇലക്ഷൻ വന്നപ്പോൾ സാധനം ഇറങ്ങിയല്ലോ, ബോർഡ് വെച്ചല്ലോ. 2000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്കൊരു വോട്ട് എന്ന ആരിഫ് പറയുന്നത്. ഇത് ആരും പോയി ചോദിച്ചതല്ല. ചോദിച്ചതായിരുന്നുവെങ്കിൽ കായംകുളം മണ്ഡലത്തില് 5 നടപ്പാതകൾ അടയ്ക്കുമായിരുന്നു. അതായത് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആ റോഡിന്റെ 5 ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം അത് വേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ, ഇവിടുത്തെ കായംകുളത്തെ ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കാതെ ഇവിടെ നിന്ന് പോയിട്ടുള്ള MP കൈമലർത്തിയിരുന്നു. ഒന്നും സംസാരിച്ചില്ല. എന്താ കാരണം? BJPക്ക് എതിരായിട്ട് ജനങ്ങൾ മാറണം. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ജനങ്ങൾ മാറണം. ഈ തീരുമാനം എടുത്തുകൊണ്ട് ഈ കായംകുളത്തെ ഈ അവരുടെ റെയിൽവേ പാസേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, അത്തരം വിഷയങ്ങളൊക്കെ കായംകുളത്തുകാർക്ക് എന്ത് ഉറപ്പ് നൽകാൻ കഴിയും? അല്ല, ഞാൻ അവരോട് പറഞ്ഞു, ഇത് രാഷ്ട്രീയമല്ലല്ലോ. കാരണം എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഒരു പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഡൽഹിയിൽ പോകാനും മന്ത്രിയുമായിട്ട് നേരിട്ട് ജനങ്ങൾ ഇരുന്നുകൊണ്ട് വിശദീകരിക്കാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന്, അതിനുള്ള ആവശ്യമായ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവർ അങ്ങോട്ടേക്ക് വിടാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊരു വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കായംകുളത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കുകയല്ല, കായംകുളത്ത് ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ സമസ്ത മേഖലയെയും വികസനത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ആലപ്പുഴയുടെ കരട്, പഴയ ആലപ്പുഴ, പ്രതാപമുള്ള ആലപ്പുഴ, കിഴക്കിന്റെ വെനീസ് ആയിട്ടുള്ള ആലപ്പുഴ, ആ ആലപ്പുഴയെ തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ പർഷോത്തം രൂപാലാജി എന്ന് പറയും. അദ്ദേഹമായിരുന്നു ഫിഷറീസിന്റെ ചുമതലക്കാരൻ. അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചതുകൊണ്ട് അദ്ദേഹം പലതവണ കേരളത്തിന്റെ കടൽത്തീരങ്ങളിൽ യാത്ര ചെയ്തതിനു ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി കൊടുക്കേണ്ട നോട്ട് കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഭരണകക്ഷിയും ഇവിടുത്തെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ കക്ഷിയും ഒറ്റ കാര്യത്തിലാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. കൂടുതൽ വികസനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വേണ്ട. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീട് ആലപ്പുഴ എത്ര വീട് കൊടുത്തു? എന്താ കൊടുക്കാത്തത്? എന്താ ഒച്ച ചെയ്യുന്ന പോലെ മുന്നോട്ട് പോകുന്നത്? അപ്പൊ വീട് കൊടുക്കാൻ സ്പീഡ് കുറവാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ചോദ്യം ചെയ്യാൻ നിയമസഭയ്ക്കകത്ത് കോൺഗ്രസുകാരില്ലേ, അവർ MLA മാരില്ലേ? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കൊടുത്ത ആ വീട് പാവപ്പെട്ടവർക്ക് കിട്ടാത്തത് എന്ന് ചോദിക്കാൻ എണീറ്റ് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യണ്ടേ?
ഈ CA വിഷയം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് എന്താണ് അഭിപ്രായം? അതായത് മതം ഇത്തരം ഒരു ആളുകളെ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മതം ഒരു പ്രധാന ഘടകമായി മാറുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണുന്നതെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് കേരളത്തിന്റെ പരിസ്ഥിതിയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ പുറം രാജ്യങ്ങളിൽ പോയി മതപരമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷവുമില്ല. അപ്പൊ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പൗരത്വത്തിന്റെ ഒരാൾക്ക് പോലും അത്തരത്തിൽ പൗരത്വം കൊടുക്കേണ്ടതില്ല. ഇത് ആർക്കാ പൗരത്വം കൊടുക്കുന്നത്? പൗരത്വം കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അയൽ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം കൊടുത്തുകൊണ്ട് അവിടെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് അവരെ കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവിടെയുള്ളവരെ ഏതെങ്കിലും ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകണം, പറഞ്ഞയക്കുമെന്നല്ല. ഇതെന്താണെന്ന് അറിയുമോ? 370 വകുപ്പ് എടുത്തു കളഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത്? കാശ്മീരിലെ മുസ്ലിങ്ങളെല്ലാം നരേന്ദ്രമോദിക്കെതിരാണ്. കാശ്മീരിൽ വലിയ കലാപം ഉണ്ടാകാൻ പോകുന്നു. കാശ്മീരിന് സ്വതന്ത്രമായിട്ടുള്ള പദവി വേണം. എന്നിട്ട് അവസാനം ശ്രീമാൻ രാഹുൽ ഗാന്ധി അവിടെ പോയി മഞ്ഞിൽ വാരി കളിക്കുന്ന ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടു. ഇപ്പൊ കാശ്മീരിൽ എന്താ ഉണ്ടായത്? 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ കോളേജിൽ പോയി പഠിക്കുന്നു. അവിടുത്തെ സിനിമാ തിയേറ്ററുകൾ തുറന്നിരിക്കുന്നു. അവിടെ നല്ല കച്ചവടം നടക്കുന്നു. അവിടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ വന്ന് അവർ പണം നിക്ഷേപിക്കുന്നു. കാശ്മീർ അപ്പാടെ മാറ്റി കഴിഞ്ഞില്ലേ? ഇതേപോലെ തന്നെ ഈ പൗരത്വ നിയമം എന്ന് പറഞ്ഞ് വെറുതെയാണ് കാപട്യം പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. മറ്റൊന്ന്, ശ്രീലങ്കയിലൊക്കെ ഉള്ള ഒരുപാട് ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ വിവേചനം നേരിടുന്ന ഒരുപാട് ആളുകൾ തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഈ രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ കൊടുക്കാനായി തയ്യാറാവുന്നില്ലല്ലോ. അല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം പോലും മോദിജിയുടെ മനസ്സിലുണ്ട് എന്ന് മോദിജി പറഞ്ഞില്ലേ? ലോകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ശ്രീലങ്കയിലെ ജനത പറയട്ടെ, ഞങ്ങൾ ഭാരതത്തോടൊപ്പം ചേരാൻ തയ്യാറാണ്. അഫ്ഗാനിസ്ഥാൻ പറയട്ടെ, പാകിസ്ഥാൻ പറയട്ടെ, ഭാവിയിൽ വരുമായിരിക്കും. കാരണം ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുന്ന സമയത്ത്, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഈ വിഷയം അതല്ല. നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ വിഷയമല്ല ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. രാജ്യം ചർച്ച ചെയ്യുന്നത് ന്യൂനപക്ഷ പദവി. ആ ന്യൂനപക്ഷങ്ങളായിട്ട് ഇന്ന് ദുരിതം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചാണ് പൗരത്വ നിയമത്തിൽ ചർച്ച ചെയ്യുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളെ കുറിച്ചാണെങ്കിൽ അതിന് വേറെ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അടക്കമുള്ള വിഷയങ്ങൾ മ്യാൻമാറിലൊക്കെ വലിയ പീഡനം അവർ നേരിടുന്നുണ്ട്. അവർക്കൊന്നും പക്ഷേ ഈ നിയമം ഗുണകരമാവുന്നില്ലല്ലോ. അല്ല, റോഹിംഗ്യൻ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചൈനയിലെ മുസ്ലിം ആളുകളെ കുറിച്ച് എന്താണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് നരേന്ദ്രമോദി നിലകൊള്ളുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളിൽ ഒരൊറ്റ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല പൗരത്വ നിയമം എന്നുള്ളത്. അപ്പുറത്ത് ജീവിക്കുന്ന രാജ്യങ്ങളിൽ ദുരിതവും പീഡനവും അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആ നിയമത്തിൽ എഴുതി ചേർത്തത് മാത്രമേ നമുക്ക് ആഗ്രഹമുണ്ട്. ലോകരാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഭാരതത്തിൽ അവർക്ക് സൗകര്യപൂർവ്വം ജീവിപ്പിക്കാൻ ഇവിടുത്തെ ദാരിദ്ര്യം ആദ്യം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിച്ച് തകർത്ത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ഉയർത്തണം. നമ്മുടെ അതിർത്തിയെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ പട്ടാളക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കഴിഞ്ഞ എത്രയോ 10 വർഷത്തോളമായിട്ട് നമുക്ക് വേണ്ടി തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുകയാണ് ലോകത്തിന് മുന്നിൽ. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം പറഞ്ഞോ നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിലെ മതപരമായ വിവേചനം നടത്തുന്നുവെന്നില്ലല്ലോ. ഇതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്തൊരു നിയമം ഉണ്ടായാൽ ആ നിയമം പാലിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്. നമുക്ക് ഭാഷാ ന്യൂനപക്ഷത്തെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന്. ഭാഷാ ന്യൂനപക്ഷം മാത്രമല്ലല്ലോ, മറ്റ് ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ടല്ലോ. ഈ ആർട്ടിക്കിൾ 14 ഒരു ലംഘനമല്ലേ? കാരണം മതപരമായ അത്തരം ഒരു വേർതിരിവ് പാടില്ല എന്നുള്ളതല്ലേ. പൗരത്വ നിയമം പൂർണ്ണമായും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഭേദഗതി പൂർണ്ണമായും ശരിയാണ്, അതിന് ശരിവെക്കുന്നുണ്ട്. അല്ല, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാർ, ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ടെക്നോളജിസ്റ്റുകൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടും അതിന്റെ പ്രത്യേക ഇപ്പൊ ഇവിടെ നിന്ന് നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇതെല്ലാം നടന്ന് ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വരൂപിച്ചതിന് ശേഷമാണ് പൗരത്വ നിയമം എന്നുള്ള ഈ ഒരു സംഭവത്തിലേക്ക് രാജ്യത്തിന്റെ ഗവൺമെന്റ് കടന്നിട്ടുള്ളത്. ഇത് കുറച്ച് ആളുകൾക്ക് അഭയം കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ രാജ്യത്തേക്ക് കുറച്ച് ആളുകൾക്ക് അഭയം കൊടുക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പാർലമെന്റിനകത്തും രാജ്യസഭയ്ക്കകത്തും നമുക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാമല്ലോ. തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. അസം അടക്കമുള്ള
അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതെല്ലാ കാര്യത്തിലും അവർ പറയുന്നത് BJPയെ സംബന്ധിച്ച് പറഞ്ഞ നരേന്ദ്രമോദിക്ക് മാത്രം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം. എന്നാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കാതെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ഇവർക്ക് മാത്രം യാതൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യവുമില്ല. ഇവര് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും വേണ്ടിയിട്ടാണ് വാ തുറക്കുന്നത്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ടീമും. എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരോ അവരെ തന്നെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം വേണം. കുറെ കാലമായി ഇവര് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വലിയൊരു മാറ്റം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഉണ്ടാകും. മാത്രവുമല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്തി. ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്താനല്ല ഞാൻ മത്സരിക്കുന്നത്. ഞാൻ ജയിച്ച് എന്റെ നരേന്ദ്രമോദിജിയോടൊപ്പം പാർലമെന്റിൽ പോയിരുന്ന് ആലപ്പുഴയിലെ പാവപ്പെട്ടവരുടെ ചിത്രം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ പാലക്കാട് മത്സരിച്ചു 2014. അന്ന് അവിടുത്തെ ആളുകൾ വോട്ട് നിലവാരം ഉയർത്തുകയല്ല, ഡബിളാക്കി തന്നു. ആറ്റിങ്ങലിൽ മത്സരിച്ചു, 2 ഇരട്ടിയാക്കി തന്നു. അപ്പൊ ആലപ്പുഴയിൽ 2 ലക്ഷം വോട്ടുണ്ട്. 4 ലക്ഷം ആക്കാനുള്ള വിദ്യ അത് ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടുത്തെ വോട്ടർമാരും ചേർന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ത്രികോണ മത്സരമായാൽ കോൺഗ്രസുകാരന്റെ വോട്ട് അവരും മാർക്സിസ്റ്റുകാരുടെ വോട്ട് അവരും പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജനങ്ങൾ പറയും എന്തായാലും നരേന്ദ്രമോദിജി പേരെടുത്ത് വിളിക്കുന്ന ശോഭ പോയി ഞങ്ങളുടെ കാര്യം ചർച്ച ചെയ്താൽ മതി എന്ന് ആലപ്പുഴക്കാർ തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിത്താമര ഇവിടെ വിരിയും. അതാണ് പറയാനുള്ളത്. NDA മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി, ആലപ്പുഴയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ NDA മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. കാര്യങ്ങൾ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞ് ഓരോ വോട്ടർമാരെയും കണ്ടു തന്നെയാണ് അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.